നമസ്കാരം. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സെയ്ദ് അസീം മുനീർ രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ടുകൾ. ഇയാളുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. ഇയാൾ പാകിസ്ഥാൻ വിട്ടതായി പാകിസ്ഥാനിലെ പ്രാദേശിക സോഴ്സുകളെ ഉദ്ധരിച്ച് വിവിധ ഇന്ത്യൻ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റാവൽപിണ്ടിയിലെ ബംഗറിൽ അസീം മുനീർ ഒളിവിലാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇയാൾ തന്റെ കുടുംബത്തോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഒളിത്താവളത്തിലേക്ക് മാറിയിട്ടുണ്ടാകാമെന്നും ചില റിപ്പോർട്ടുകളിൽ സൂചനയുണ്ട്. മറ്റുന്നത സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബങ്ങളെ വിദേശത്തേക്ക് മാറ്റിയതായും ചിലർ USA അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ബന്ധുക്കളോടൊപ്പം താമസിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത്തരം വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം ജനറൽ മുനീർ പങ്കെടുക്കുന്ന ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക X അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 26-ന് അബോട്ടാബാദിൽ നടന്ന പരിപാടിയിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങളെന്ന് തലക്കെട്ടായി നൽകിയിട്ടുണ്ട്. ജനറൽ മുനീറിനെ കാണാനില്ലെന്ന ഊഹാപോഹങ്ങൾ തള്ളിക്കളയാനാണ് തീയതി വ്യക്തമായി പരാമർശിച്ചതെന്നാണ് സൂചന. എന്നാൽ ഈ ഫോട്ടോ അതിനു മുൻപ് എടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും ദിവസം മുൻപാണ് കശ്മീരിനെ പാകിസ്ഥാന്റെ കഴുത്തിലെ രക്തക്കൊഴലെന്ന് പാക് സൈനിക മേധാവി വിശേഷിപ്പിച്ചത്. ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാനീസ് പ്രോഗ്രാം കോൺഫറൻസിലായിരുന്നു അസീം മുനീറിന്റെ വിവാദ പരാമർശം. ഏപ്രിൽ 17-നായിരുന്നു അസീം മുനീർ വിവാദ പരാമർശം നടത്തിയത്. ഈ വിഷവാക്കുകളാണ് പാക് ഭീകരന്മാർക്ക് പ്രചോദനമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്കൂൾ അധ്യാപകനും ഇമാമുമായിരുന്ന ഒരു പിതാവിന്റെ മകനായിട്ടാണ് അസീം മുനീർ ജനിക്കുന്നത്. സയ്യിദ് സർവാർ മുനീർ എന്നാണ് അസീമിന്റെ പിതാവിന്റെ പേര്. റാവൽപിണ്ടിയിലെ ലാൽകുർത്തയിലുള്ള FG ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പലും ദേരി ഹസനാബാദിലെ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് അൽ ഖുറൈഷ് എന്ന പള്ളിയുടെ ഇമാമുമായിരുന്നു. അസീറിന്റെ പിതാവ് പലപ്പോഴും വെള്ളിയാഴ്ച ഖുത്ബ പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു. സയ്യിദ് ഖാസിം മുനീർ, സയ്യിദ് ഹാഷിം മുനീർ എന്നീ 2 സഹോദരങ്ങളും ഇയാൾക്കുണ്ട്. അതായത് അസീം മുനീറിന്റെ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം ഒരു മത അന്തരീക്ഷത്തിലായിരുന്നു. ഇത് അസീം മുനീറിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. പലപ്പോഴും അസീം മുനീർ തന്റെ പ്രസംഗങ്ങളിൽ ഇസ്ലാമിക വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥം മുഴുവനായി മനഃപ്പാഠമാക്കിയ അസീം മുനീർ അതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രത്തെയും തന്റെ കാഴ്ചപ്പാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. കാശ്മീരിനെ കുറിച്ചുള്ള അസീമിന്റെ മുൻ പ്രസംഗങ്ങളും സമാനമായി പ്രകോപന സ്വഭാവമുള്ളതാണ്. 1986-ൽ സിയാ ഉൽ ഹഖ് ഭരണത്തിന് കീഴിലാണ് അസീം മുനീർ തന്റെ സൈനിക ജീവിതം ആരംഭിച്ചത്. മംഗ്ലയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്നും ബിരുദം നേടി. ശേഷം പാകിസ്ഥാനിലെ ഉന്നത പദവികളിലൊന്നായ സോർഡ് ഓഫ് ഓണർ നേടിയ ശേഷം മുനീർ ഫ്രോണ്ടിയർ ഫോഴ്സ് റെജിമെന്റിലെ 23ാമത് ബറ്റാലിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2018-ലാണ് പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ഉന്നത സ്ഥാനത്തേക്ക് അസീം മുനീർ എത്തുന്നത്. എന്നാൽ അധികനാൾ ആ സ്ഥാനത്ത് തുടരാൻ അസീമിന് സാധിച്ചില്ല. 8 മാസങ്ങൾക്ക് ശേഷം അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരം ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദ് ആ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റുകയായിരുന്നു. എന്നാൽ ഖാൻ സർക്കാർ താഴെ വീണതിനു ശേഷം അസീം മുനീർ വീണ്ടും മടങ്ങിയെത്തി പാക് സൈന്യത്തിന്റെ മേധാവിയായി മാറുകയായിരുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും കശ്മീരിന്റെ കാര്യത്തിൽ കടുത്ത പ്രസ്താവനകൾ നടത്താതിരുന്ന സമയത്താണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ഇന്ത്യക്കും ഹിന്ദുമതത്തിനുമെതിരെ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചത്. മതമായാലും എന്തായാലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് അസീം മുനീർ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു.